സർ, രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചൊല്ലിയുള്ള മുഴുവൻ ആരോപണങ്ങളും തെറ്റാണെന്ന് ഇതാ ഒടുവിൽ പുറത്തു വരികയാണ്. കാരണം നമുക്കറിയാം, ലോക്നിധി CSDS പ്രൊജക്ടിന്റെ ഡയറക്ടറായ സഞ്ജയ് കുമാർ കഴിഞ്ഞ ദിവസം തന്നെ വന്ന് പറഞ്ഞിരുന്നു, പരസ്യമായി അദ്ദേഹം ക്ഷമാപണവും നടത്തി തെറ്റുപറ്റിയെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതേപോലെ തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ ഒരു സാധ്യതയുണ്ടോ? ഒപ്പം രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തുന്ന ഈ യാത്രയുടെ ഒരു ഭാവി എന്താകും? കാരണം ഈ സംഗതി തന്നെ ഇല്ല, ഇതൊരു തെറ്റിന്റെ പുറത്ത് സൃഷ്ടിച്ചെടുത്ത ഒരു കേസാണ്, അല്ലെങ്കിൽ ഒരു വിവാദമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. നീ ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇത് വ്യാജമാണെന്നുള്ളതിന് ആദ്യത്തെ പ്രേക്ഷകർക്ക് നമുക്ക് ആദ്യം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് രാഹുൽ ഗാന്ധി ഒരു ആറ്റം ബോംബ് പൊട്ടിക്കുന്നു. ആറ്റം ബോംബാണോ അണുബോംബാണോ എന്തായാലും ഇയാൾ എടുത്തു വെച്ച് പൊട്ടിച്ചു. അന്ന് കുറെ ഡേറ്റാസ് കാണിച്ചു, ഇവിടെ വാർത്താ സമ്മേളനം നടത്തി. ഇവിടുത്തെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ളവർ ഒരു വലിയ വലിപ്പത്തിൽ ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന ജനാധിപത്യ സംവിധാനത്തിനകത്ത് നടക്കുന്ന കുഴപ്പങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വാർത്ത വന്നല്ലോ. ഈ കാണിച്ചിരുന്ന ഡേറ്റാസ് ക്ലിയർ അല്ല, അത് ഞങ്ങളുടേതല്ല, തിരുത്തൽ വരുത്തണം, നിങ്ങൾക്ക് പരാതി കൊടുക്കാം, കോടതിയിൽ പോകാം, ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ ആ വാർത്തകൾക്ക് എത്ര പ്രാധാന്യം ഇവിടെ കൊടുത്തു. രണ്ടാമത് CSDS ഈ സഞ്ജയ് കുമാർ ഇന്നലെ മഹാരാഷ്ട്രയിൽ നിന്നും ഇദ്ദേഹം കാണിച്ച, അല്ലെങ്കിൽ അവരുടെ ഈ സെഫോളോജിസ്റ്റ് കാണിച്ച ഈ പറയുന്ന അവർ കൊടുത്ത ഡീറ്റെയിൽസ് എടുത്തു വെച്ച് വർത്തമാനം പറഞ്ഞ് ഈ പറയുന്ന ഇന്ത്യയെ അവഹേളിച്ച, ഇലക്ഷൻ കമ്മീഷനെ അവഹേളിച്ച, തെരഞ്ഞെടുപ്പിനെ അവഹേളിച്ച, അത്തരത്തിൽ അധികാരത്തിൽ നിന്ന ഗവൺമെന്റിനെ അവഹേളിച്ച, അത് തെറ്റാണെന്ന് പറഞ്ഞതിന് ശേഷം ആ വാർത്ത അന്ന് ഈ വാർത്താ സമ്മേളനം കൊടുത്തപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപമാനിച്ച അതേ ഹൈപ്പിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണ്. കൃത്യമായ ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്നത് പോലെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തുകൂടി പോകുന്ന, ഒരു പുരോഗതിയിലേക്ക് പോകുന്ന ഒരു രാജ്യത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി രാജ്യത്തകത്തുള്ള ആഭ്യന്തര ശത്രുക്കളെ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള ഈ പറയുന്നത് പോലെയുള്ള ലോകം നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ, അതിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ളവർ, നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു, അവരുടെ ഒരു ഫണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ ഒരു ടൂൾ കിറ്റ് മാത്രം. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ ഒരു വിഷയത്തിന് ശേഷം നാട്ടിലിറങ്ങി സാധാരണക്കാരടുത്ത്, അതായത് കാര്യ ഗൗരവമില്ലാതെ എന്തെങ്കിലും കേട്ട്, പ്രചരണം കേട്ട്, അല്ലെങ്കിൽ മൽമറിംഗ് ക്യാമ്പയിൻ കേട്ട് കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇടയിലും രണ്ടാമത് ഇത്തരത്തിലാണ് ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നതെന്ന് പർപ്പസ്ഫുള്ളി പറയാൻ നിൽക്കുന്ന ആൾക്കാരും കൂടി, അല്ലെങ്കിൽ കൂടി ഒരുപോലെ വർത്തമാനം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമാണെന്നും, നാളെ കാലത്ത് ഈ പറയുന്ന പോലെ സഞ്ജയ് കുമാർ മാപ്പ് പറഞ്ഞത് അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുവന്ന ഡേറ്റ കള്ളമാണെന്നും ഒന്നും ഇവിടെ പ്രസക്തമല്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ അധികാരത്തിൽ വന്നത്? അപ്പൊ ഇത് കളിപ്പീരായിരുന്നില്ലേ? അപ്പം മൊത്തം കള്ളവോട്ടായിരുന്നില്ലേ? കള്ളവോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? അല്ലെങ്കിൽ ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീനകത്ത് കുഴപ്പം കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഇതിനകത്ത് നേരത്തെ വോട്ടിംഗ് മെഷീൻ അകത്ത് കുഴപ്പമുണ്ടെന്ന് കണ്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും ഈ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചു വരുത്തി തെളിയിക്കാൻ വോട്ടിംഗ് മെഷീൻ മുമ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ള കഥ എത്ര പേർക്കറിയാം? ആ വാർത്ത എത്ര പ്രാധാന്യത്തോട് വോട്ടിംഗ് മെഷീന് കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ അതിന് കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുന്ന വാർത്ത എത്ര വലുപ്പത്തിൽ കൊടുത്തെന്ന് നമുക്കറിയത്തില്ലേ? അപ്പൊ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന ഇപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 2024 പറ്റാത്ത ഈ ബീഹാർ ഇലക്ഷനോടുകൂടി നടക്കുമെന്നുള്ളതാണ്. ബീഹാറിൽ ഇലക്ഷൻ നിതീഷ് കുമാറിന്റെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഭൂരിപക്ഷമില്ലാത്ത BJP ഗവൺമെന്റ്, അല്ലെങ്കിൽ BJPക്ക് മാത്രമായിട്ട് ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെന്റ്. അപ്പം മറിക്കാൻ പറ്റുമെങ്കിൽ മറിക്കണം. അതിനുശേഷം ഇലക്ഷൻ നടത്തണം. ഇലക്ഷൻ നടത്തി ഈ ഒക്കുമെങ്കിൽ ഈ പ്രചരണത്തിന് കൂടുതൽ ആക്കം കൊടുത്ത് ആ രീതിയിലേക്ക് ആ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് അധികാരത്തിൽ വരണം. ഇതിനു വേണ്ടി ഇതിനകത്ത് നിൽക്കുന്നവർ, ഇത്തരത്തിൽ ഒരു ടൂൾ കിറ്റ് കൊടുത്തിട്ടുള്ളവർ, ഇത്തരത്തിൽ ഫണ്ട് കൊടുത്തിട്ടുള്ളവർ, സോറോസിനെ പോലെയുള്ളവർ ഒക്കെ ഇതിന്റെ പുറകിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. മാത്രവുമല്ല, ഇപ്പം ഇതിനകത്ത് പെട്ടുപോകും രാഹുൽ ഗാന്ധി, അകത്ത് പോകും രാഹുൽ ഗാന്ധി. തെളിവുകളില്ലാതെ ഇതുപോലെ വലിയ ഒരു സംവിധാനത്തെ, അല്ലെങ്കിൽ ഇതുപോലെ ജനാധിപത്യ സംവിധാനത്തെ അവഹേളിച്ചാൽ അകത്ത് പോകും. രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാൻ സഞ്ജയ് കുമാർ വന്നേക്കുന്നത് നമുക്ക് വിചാരിക്കേണ്ടി വരും. ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് അബദ്ധം പറ്റിയതാണ്, പിന്നെന്ത് ചെയ്യാൻ പറ്റും? കോടതിയിലായാലും മാപ്പ് പറയാൻ പറ്റത്തില്ലേ?
അപ്പം രാഹുൽ ഗാന്ധിക്ക് പറയാം, രാഹുൽ ഗാന്ധി ഇതുപോലെ ഒരു സെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്ഥാനം, അതിനെ വിശ്വസിക്കത്തക്ക രീതിയിൽ ഇത്ര കൊല്ലം കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ ഇതുപോലെ പല ഡേറ്റാസും നേരത്തെ പുറത്തുവിട്ടിട്ടുള്ള പ്രസ്ഥാനം, അല്ലെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇതിന്റെ ഡേറ്റാസും കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന വിശ്വാസികളുടെ സ്ഥാനം, അതിനകത്ത് വന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ പത്രസമ്മേളനം നടത്തി ആൾക്കാർക്ക് ആ വിവരം കൊടുത്തത്, ഞാനൊരു പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇയാൾക്ക് തടിയൂരാം. ഇയാൾ അകത്ത് പോകത്തില്ല എന്നുള്ള വിചാരമുണ്ട്. അതിനാണ് ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞ സഞ്ജയ് കുമാർ വന്ന് ആദ്യമേ ജാമ്യം എടുത്തിരിക്കുന്നത്. സഞ്ജയ് കുമാർ ഈ ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഒരുപക്ഷെ അബദ്ധം പറ്റിയതാണെന്ന് ഇപ്പൊ പറയുമ്പോൾ, കൃത്യമായിട്ട് അബദ്ധം പറ്റാതെ അത്തരത്തിലൊരു ഡേറ്റ അങ്ങനെ ആക്കി വെച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടി ആയിരുന്നോ എന്ന് നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ രാഹുൽ ഗാന്ധി എടുത്തു വെച്ച് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇവിടുത്തെ കോടതിയും അല്ലെങ്കിൽ BJP മറ്റു പലരും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇതിങ്ങനെ വായിച്ചു വായിച്ചു പോകുമായിരുന്നല്ലോ. ആ വായിച്ചു വായിച്ചു പോകുമ്പോൾ ഒരു വാർത്ത ഒരാൾ അറിഞ്ഞു, കണ്ടോ, അടുത്ത ആൾ അറിഞ്ഞു, കണ്ടോ, മറ്റേ ഇങ്ങനെ അറിഞ്ഞു, ആ രീതി പോകുമായിരുന്നല്ലോ. അന്നേരം അതിനൊരു പ്രചരണം കിട്ടുമായിരുന്നു. അപ്പൊ ഇത് കൃത്യമായ അതുണ്ട്. ഇയാൾ ഫണ്ട് ഈ പറഞ്ഞ സോറോസിന്റെ NGOസിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നും വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇയാൾ സമ്മതിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം അരുൺ ഗോസ്വാമി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫണ്ട് സ്വീകരിക്കുന്നത്, എന്തിന് ഫണ്ട് സ്വീകരിക്കുന്നു? അവരുടെ പണി എന്താണ്? രാജ്യത്തെ അട്ടിമറിക്കലാണ്. ഇന്ത്യയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് 350 കോടി രൂപ കൊടുത്തതാണ്. അവർ ഈ പറയുന്ന പോലെ പല രാജ്യങ്ങളെ അട്ടിമറിച്ചിട്ടുള്ളതാണ്. അവർ ജീവാറിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ രാജ്യത്തിനകത്ത് അവർക്ക് ഉതകാത്ത രീതിയിലേക്കുള്ള ഭരണ സംവിധാനം അട്ടിമറിക്കുന്നതാണ് സോറോസ് ഉൾപ്പെടെയുള്ളവരുടെ പണി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതൊരു കൃത്യമായ നീക്കമല്ലേ? അതായത് പറഞ്ഞത് ഒരു കൃത്യമായ നീക്കം. ഇത് നമ്മൾ എപ്പോ കണ്ടു? ഈ പറയുന്ന പോലെ ഈ കലാപം, ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ആൾക്കാരെ വെളിയിലിറക്കുന്ന ഈ കലാപം, ഇത് നമ്മളെപ്പോ കണ്ടു? രാജ്യത്തിന്റെ പല നിയമങ്ങളും ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ കണ്ടില്ലേ? അത് ശരിയല്ല, അത് രാജ്യവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ആദ്യമേ പൗരത്വ നിയമത്തിനകത്ത് പറഞ്ഞില്ലേ? അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതില്ലേ? പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് ആ നിയമം രാജ്യത്തിന്റെ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണെന്നും അവരെ ഇവിടെ നാടുകടത്താൻ വേണ്ടിയുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണം നടത്തി ഏതാണ്ട് 1 കൊല്ലത്തിനോടടുത്ത് ഇവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്കകത്തെ ആഭ്യന്തര ശത്രുക്കൾ ജനങ്ങളെ ഇളക്കിവിട്ട് നമ്മുടെ പറയുന്ന ഡൽഹി ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കി ആ പ്രശ്നം അവസാനം വരെ നോക്കിയിരുന്നു. ഇതിന്റെ പുറകെ വലിയ ഫണ്ടിങ് ഉണ്ടായിരുന്നു. ആ പറയുന്ന പോലെ ആ പ്രക്ഷോഭം വിജയിച്ചു എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും, ആദ്യമേ പൈലറ്റ് പിന്നെ എസ്കോർട്ട് എന്നൊക്കെ വന്ന് അവസാന നേതാക്കന്മാർ ഉൾപ്പെടെ വന്നപ്പോൾ BJP അവനെ എല്ലാം പൊക്കി. പിന്നെ അവനെ പൊക്കി, നക്സലിനെ പൊക്കി, PF കാരനെ പൊക്കി, ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ പൊക്കി, പലരെയും പൊക്കി. അപ്പൊ ഇതിന്റെ ബാക്കി ഇപ്പോഴും കിടക്കുന്നുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരിക്കൽ ഒരു ശ്രമത്തിനകത്ത് ഉപേക്ഷിച്ചു പോകത്തില്ല. പൗരത്വ ഭേദഗതി, കർഷക ഭേദഗതി, അഗ്നിവീർ സമരം, അതിനുശേഷം പല സമരങ്ങൾ, പല ഈ പറയുന്നത് പോലെ ആഭ്യന്തര ശത്രുക്കൾ, പല രീതിയിലുള്ള പ്രചാരണം, ജനാധിപത്യ സംവിധാനം പരാജയമാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടും സൂക്ഷ്മമായിട്ടും ജനാധിപത്യം നടക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യ സംവിധാനം പരാജയമാണെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലേക്ക് കലാപം, ഈ പറയുന്ന പോലെ ഇത് കലാപമായി ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ഇവര് പറയുന്ന ആരോപണം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഈ ബീഹാറിൽ ചെന്ന് പറയുന്നത് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരിന് അർഹതയില്ലാത്ത ഇന്ത്യക്ക് വെളിയിലുള്ള ബംഗ്ലാദേശിലെയും രോഹിംഗ്യങ്ങളെയും പുറത്താക്കിയപ്പോൾ ഇവര് പറഞ്ഞത് എന്താണ്? അർഹതയില്ലാത്തവൻ വോട്ട് ചെയ്യുന്നു, വോട്ടരട്ടിപ്പ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വോട്ട് ഇതുപോലെ വ്യാജമാകുന്നു. ആ വ്യാജക്കാരെ പുറത്തിയാടിക്കുമ്പോൾ അവനെ അവിടെ കൂട്ടിയോജിപ്പിച്ചിട്ട് അവിടെ സമരത്തിന് നിൽക്കുക. അവന്റെ അടുത്ത് പറയുക, നിങ്ങൾക്ക് നാളെ റേഷൻ കിട്ടത്തില്ല, നിങ്ങൾക്ക് നാളെ സ്ഥലം കിട്ടത്തില്ല, നിങ്ങൾക്ക് നാളെ വോട്ട് പോയിട്ടുണ്ടെങ്കിൽ പലതും പോകും. ഈ രീതിയിലേക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ, ഉള്ള ജനത്തിനെയും പാവത്തിനെയും അറിയാൻ വയ്യാത്തവനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പിന്നെ ഇതുപോലെ വ്യാജമായിട്ടുള്ളവനെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടുമ്പോൾ അവനെ കൂട്ടിയോജിപ്പിക്കുന്നു. അതായത് പർപ്പസ്ഫുള്ളി സത്യമില്ലാത്ത ഒരു കലാപം, അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അത്തരത്തിലൊരു മുദ്രാവാക്യം, ഒരു പ്രത്യേക ടൂൾ കിറ്റ് ഉണ്ടാക്കി ആർക്കും മനസ്സിലാവാതെ ഒരു മുദ്രാവാക്യമായിട്ട് മുന്നേറി അവരുദ്ദേശിക്കുന്ന കലാപത്തിന് ഉരുത്തിരിച്ചിരിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ച് അതിനൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ കൂട്ടി ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. ഏതായാലും മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞു. സുപ്രീം കോടതിയിൽ ഈ കഴിഞ്ഞ ദിവസം മഹേന്ദ്രകുമാർ PS എന്ന് പറയുന്ന ആള് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. രാഹുൽ മിക്കവാറും അകത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ സുപ്രീം കോടതി ഇടപെടുന്ന രീതിയിലേക്ക്. കാരണം അയാൾ ഇപ്പൊ കളിക്കുന്ന കളി മാപ്പ് 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 എന്നൊന്നും പറഞ്ഞാൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ചില്ലറ കളിയല്ല. അതിനകത്ത് ഇപ്പൊ അയാൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ഡേറ്റാസ് ഉണ്ടാക്കിയ ആൾ വെളിയിൽ വന്ന് പറയുന്നു, ഞാൻ തെറ്റുപറ്റി, എനിക്ക് നോട്ടപ്പിശക് പറ്റി, അതുകൊണ്ട് മാപ്പാക്കണം എന്ന് പറയുന്നു. അതൊരു മാപ്പപേക്ഷയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു.
അതിന്റെ പുറകിൽ പിടിച്ചുകൊണ്ട് രാഹുൽ എടുത്തുപയോഗിച്ചത് അതാണ്. അതുകൊണ്ട് രാഹുലിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. രാഹുൽ കുറ്റക്കാരനല്ല എന്ന് പറയുന്നു. രാഹുലിന്റെ കൂടെ നിന്ന പവൻ ഖേര ഉൾപ്പെടെയുള്ളവർ ഈ ട്വീറ്റ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ നീക്കം ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും തെരുവിൽ ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷനെയും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെയും കുറ്റം പറഞ്ഞുകൊണ്ട് വീണ്ടും ആ യാത്ര നടക്കുന്നു. ഏതായാലും ഇതുവരെ പറഞ്ഞതുപോലെ ആകുന്ന ലക്ഷണമില്ല. ഒരുപക്ഷെ രാഹുലിന് കുരുക്കു മുറുകും, കോടതി ഇടപെടും, ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ സൂക്ഷ്മത ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് ഇപ്പം നിലവിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.